ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. ആ ആശ്രമത്തിലെ സ്വാമിയായിട്ടുള്ള രാമാനന്ദ ഭാരതിയെ കണ്ണിൽ മുളക് പൊടി വിതറി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം ന്യൂസ് ചാനൽസൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 10 മണിയോട് കൂടി അജ്ഞാതനായിട്ടുള്ള ഒരാൾ ഇദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരികയും ഇദ്ദേഹത്തിന്റെ കണ്ണട ഊരി മാറ്റി അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് മുളക് പൊടി വിതറുകയായിരുന്നു. അതോടൊപ്പം തന്നെ വടി യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറകില് മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആശ്രമത്തിൽ നിന്നും വിട്ടുപോകണം എന്നുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സ്വാമിജിയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. കുറച്ചേരത്തേക്ക് ബോധമില്ലായിരുന്നു. കണ്ണാടി തട്ടി കളഞ്ഞിട്ട് തട്ടി കളഞ്ഞിട്ട് മുളകൊടിയാണ് എറിഞ്ഞിട്ട് കൊങ്ങായിക്ക് വിട്ട് ഇത്തരം പിടിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ നീ പോലീസിൽ പറഞ്ഞ നിന്നെ കൊല്ലും, നീ വാസം വിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വടി വെച്ച് മുഖത്ത് 4 കൂടുതൽ അടി അടിച്ചിട്ടുണ്ട്. വലിയ വെളുപ്പാണ്, 5.5 അടി ഉയരം വണ്ണം. സ്വാമിക്ക് മർദ്ദനമേൽക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ആശ്രമത്തിൽ അടുത്ത മഠാധിപതിയെ കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത മഠാധിപതി ആവാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ രാമാനന്ദ ഭാരതി സ്വാമി. അപ്പൊ ഈ ഒരു വിഷയത്തിൽ സന്യാസിമാർ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ ഒരു സ്ഥാനം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ പിന്നിൽ ഭൂമാഫിയകളും ക്രിമിനൽസ് സന്യാസി വേഷത്തിൽ ആ ഒരു ആശ്രമത്തിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗണേഷ് കുമാർ സർ പറയുന്നത്. ആയിരക്കണക്കിന് ഏക്കറുള്ള ഈ ഒരു ആശ്രമം പിടിച്ചെടുത്ത് റിസോർട്ട് പണിയാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഗണേഷ് കുമാർ സർ പറയുന്നത്. എന്തായാലും നമുക്ക് സാറിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ജീവനാപത്തൊന്നും പറ്റാത്ത കൊച്ചു സ്വാമിക്ക് ഒന്നും പറ്റില്ല. കോടതിയും പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറയാം. ഇയാളെന്ന സന്യാസിയായേ എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രം എന്നല്ലേ അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി. ചിക്കൻ വയ്ക്കുന്ന വീഡിയോ കണ്ടില്ലേ? പിന്നെ ഇതിരിപ്പുണ്ട്, മുഖ്യമന്ത്രി കൊടുക്കും. മനസ്സിലായല്ലോ സ്വാമി ആരാന്നല്ലോ, മനസ്സിലായല്ലോ. ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക്. കേരളത്തിലെ ഒരു മന്ത്രിയാണ് നല്ല സ്വാമി ആക്ഷേപിക്കുന്നതേ ഒരു സാധാരണ മനുഷ്യനെ അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോലീസ് നോക്കിക്കോളും. ഇതാണ് കേട്ടോ പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളത്. ഇതാണ് ആള്. ഇത് നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ്. ഇതാണ് ആള്. സ്വാമിമാർക്ക് അഹങ്കാരം പാടില്ല. സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെ, ചോദിച്ചത് ത്യാഗമൊന്നുമില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കുന്നത് പുറത്ത് വേണം സംസാരിക്കാൻ. മാത്രമല്ല വലിയ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. യാത്ര ചെയ്ത് പോകുന്ന ആളല്ല. യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, 90 വയസ്സ് കഴിഞ്ഞ ആളെ. രാധാകൃഷ്ണൻ കൂടാന്ന് പോയിക്കണേ. പിന്നെ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? സ്വാമിയെ മിനിസ്റ്റർക്ക് കാണണം, അതിനാ വന്നത്. അപ്പോൾ ഈ ഒരു ആശ്രമത്തിൽ മുതിർന്ന ഒരു സന്യാസി ഉണ്ട്, അദ്ദേഹത്തിന് 90 വയസ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ രാമാനന്ദ ഭാരതി സന്യാസിമാണുള്ളത്. ഇപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കടന്നു കയറിയിട്ടുണ്ട്. സന്യാസി വേഷത്തിൽ കുറച്ച് ക്രിമിനലുകളാണ് ആശ്രമത്തിലോട്ട് കടന്നു കയറിയിട്ടുള്ളത്. ഇവർക്കെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും ഇവരുടെ പേരിൽ ഒരുപാട് പോലീസ് കേസുകൾ ഉണ്ടെന്നുമാണ് നമ്മുടെ സർ പറയുന്നത്. അപ്പം പുതിയൊരു മഠാധിപതി സ്ഥാനം ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ മുതിർന്ന സന്യാസിയുടെ ജീവന് ഭീഷണിയാണെന്ന് സർ പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ RSSനെ മറയാക്കുന്നുണ്ട്. ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു, അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമുറയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്ത് ആശ്രമമാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല. പോലീസിന്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ്. എൻ്റെ അടുത്ത ഭയം എന്ന് പറയുന്നത് ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്.
ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കയറിയിരിക്കുന്ന 2 തരികിട പാർട്ടികളിൽ ആരെയും ഒരാളെ വെക്കാനുള്ള പരിപാടിയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയെ മാറ്റിയിട്ട് ഇവരെ വയ്ക്കുകയാണ്. ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോടെ ഉണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആ സ്വാമിയെ രക്ഷിക്കുക. മുതിർന്ന സ്വാമി 90 വയസ്സായ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. അദ്ദേഹത്തെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്വാമിമാരെ 2 പേരെയും വിളിച്ചു. പക്ഷെ വരാൻ തയ്യാറായില്ല. ഈ വന്ന ആളിനെതിരെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട്. ആ പരാതിയിൽ മേൽ നിന്ന് നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല. ഇയാൾ പോവാതിരിക്കുകയായിരുന്നു. മഠാധിപതി വിടുന്നില്ലെന്ന് പറഞ്ഞത്. മഠാധിപതി കാര്യമാണ് ഇപ്പോൾ അപകടത്തിലാവാൻ പോകുന്നത്. ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ഇരിക്കുന്ന പേപ്പർ എടുത്തിട്ട് വേറൊരു പിന്തുണാശാവകാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയുസമതങ്ങളത്തെക്കുറിച്ച് എല്ലാവരും സംശയം. വളരെ അപകടകരമാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ആ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പം മാറ്റി കളഞ്ഞു. ഇപ്പം നമ്മളെല്ലാവരും വന്നപ്പോൾ മാറിക്കളഞ്ഞു. ഈ സ്വാമി എവിടെ കൊണ്ടുപോയി നമ്മൾ അന്വേഷിക്കണം. ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട്. എന്തോ മാനേജർ ഇവിടെ ഉണ്ട്. വേറെ ആളുണ്ടല്ലോ, രാധാകൃഷ്ണൻ. ജയചന്ദ്രനാണ് മാനേജർ. ഈ 3 പേര് ജയചന്ദ്രനും PR എന്ന പേരിൽ സ്വയം PR ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ കയറിയിട്ടുണ്ട്. രാധാകൃഷ്ണ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരക്ക പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാണെങ്കിൽ. ഇത് കച്ചവടമാണ്. ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട്. അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട്. അതും പോലീസ് അന്വേഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാം. വളരെ മോശമായ നിലയിൽ പോകുമെന്ന് അറിഞ്ഞു. പക്ഷെ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത്. റബ്ബർ വെട്ടി അവര് കണക്കിന് സാധനം റബ്ബർ വെട്ടിക്കൊണ്ടുപോകാൻ മാനേജർ ജയചന്ദ്രൻ ഇവിടെ ഉണ്ട്. പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വാമിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ജയചന്ദ്രനും സ്വാമിക്കും ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. ഈ മാനേജർ കയറ്റുന്നില്ല. ഈ PR എന്ന് പറയുന്ന ആളെ പോസ്റ്റ് ഇവിടെ ഇല്ല. ആരും നിയമിച്ചിട്ടില്ല. സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം. അയാളുടെ പേരിൽ 10-12 ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട്. കോടതി വെച്ചതായി മാനേജരെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു അതെ PR റിസീവറാണ് ചെയ്യേണ്ടത്. റിസീവർ PR ആണെന്ന് വെച്ചിട്ടില്ല. അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രാധാകൃഷ്ണൻ പറഞ്ഞ ആള്. അയാൾ പല ക്രിമിനൽ കേസുകളും പോലീസ് അന്വേഷിക്കണം. പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിനു മുമ്പ്. ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. സ്വാമിമാരുടെ ഒരു സ്വാമി ആക്രമിച്ചിട്ട് മറ്റേ സ്വാമിയുടെ ജീവനും ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. നാട്ടുകാർക്ക് അതിന് ആശങ്കയുണ്ട്. അവിടെ ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും. എൻ്റെ പരാതി ഉണ്ടാവും. നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സന്യാസി ഒരു കപട സന്യാസിയാണെന്നും അദ്ദേഹം രാത്രി കാലങ്ങളിൽ ചിക്കനും മട്ടനൊക്കെയാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നന്ദനത്തിലെ ജഗതിയാണ് ഓർമ്മ വരുന്നത്. എല്ലാ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള കപട സന്യാസിമാരും അച്ഛന്മാരും മൂല്യാർമാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വേഷമണിഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഹോബി. അപ്പം ഇത്തരം ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ഗവൺമെന്റിന് പോലും പേടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരം ആൾക്കാർ എപ്പോഴും ഒരു പെർട്ടിക്കുലർ മതത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെ വെറുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്നും വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ള ഒരു ഭയത്തിൽ ആരും തന്നെ ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാറില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഗണേഷ് കുമാർ സാർ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഈ ഒരു കപട സന്യാസി അറിയാം എന്നുള്ളതാണ്. ഏതൊരു ആക്ട്രസിന്റെ അമ്മയുടെ ഡ്രൈവറായിട്ട് എങ്ങാനും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ ഒരു സന്യാസി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു സന്യാസിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് ഈ ഒരു സന്യാസി അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സന്യാസിമാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചറിഞ്ഞിട്ടൊക്കെയുള്ള സന്യാസിമാർ ഇങ്ങനെയല്ലല്ലോ ബിഹേവ് ചെയ്യുന്നത്. വളരെ കാമായിട്ടും വളരെ റെസ്പെക്റ്റോട് കൂടിയൊക്കെയാണ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതൊരു കപട സന്യാസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതേപോലെ തന്നെ ഗണേഷ് കുമാർ സാറിനും അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടി വന്ന് പബ്ലിക്കായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതെ പേഴ്സണലി കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു. ഇപ്പോൾ കോടതിയിലാണെങ്കിൽ പോലും ക്രിമിനൽസിന് പ്രൊട്ടക്ഷനും പ്രൈവസിയും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് പേഴ്സണലി പോയി കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ഒരു ആശ്രമത്തിനെ കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കപട സന്യാസികളെ പുറത്താക്കിക്കൊണ്ട് നല്ലവരായ സന്യാസിമാരെ സംരക്ഷിക്കണമെന്ന് ഗണേഷ് കുമാർ സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.